എന്നെ സംബന്ധിച്ചിടത്തോളം മൂന്നാം വാർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഓരോ വീട്ടിലും വ്യക്തമായ ബന്ധമുള്ള വാർഡാണ്. ഞാൻ 2010 മത്സരിച്ചൊരു വാർഡാണ് മൂന്നാം വാർഡ്. അങ്ങാടിപ്പുറത്ത് UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി മാത്രം പ്രഖ്യാപിച്ചാണ് പ്രചരണം തുടങ്ങിയതെങ്കിൽ നേതൃത്വം എല്ലാവരെയും കൃത്യമായി ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തി നിരീക്ഷിച്ച് അവസാനം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇതുവരെ ഇനി കഴിഞ്ഞിട്ടില്ല. വൈസ് പ്രസിഡന്റ് എന്ന് തന്നെ പറയാം. ഇപ്പോഴും ഷബീർ കർമ്മക്കൽ നമ്മോടൊപ്പം ഉണ്ട്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ചുക്കാൻ പിടിച്ചിട്ടുണ്ട്. ആക്ഷേപങ്ങളൊക്കെ നിങ്ങളെക്കുറിച്ച് ഒരുപാടുണ്ടായിരുന്നു. നിങ്ങൾ ഗൾഫിൽ വ്യവസായശാല നടത്തുന്നു, ഇവിടെ നിങ്ങൾ വലിയ സംഭവം നടത്തുന്നു എന്നൊക്കെ ഉണ്ടെങ്കിലും അവസാനം പരിശോധിച്ചു വരുമ്പോൾ അതൊക്കെ വെറും ആവിയായി പോയെന്ന അവസ്ഥയാണ് അവസാനം വന്നത്. പൊതുജനാഭിപ്രായം അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. അപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ നിങ്ങൾ LDF-ന്റെ കോട്ടയായ 24-ാം വാർഡിൽ മത്സരിച്ച് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇപ്പോൾ നേതൃത്വം 3-ാം വാർഡിലേക്കാണ് നിങ്ങളെ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ വിജയസാധ്യത ഒന്ന് വിശദീകരിക്കാമോ? എന്നെ സംബന്ധിച്ചിടത്തോളം മൂന്നാം വാർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഓരോ വീട്ടിലും വ്യക്തമായ ബന്ധമുള്ള വാർഡാണ്. ഞാൻ 2010 മത്സരിച്ചൊരു വാർഡാണ് മൂന്നാം വാർഡ്. അന്ന് ഞങ്ങള് അതിനു മുമ്പ് മറ്റേ വിഭജനത്തിന് ശേഷം ഞങ്ങൾ തിരിച്ചു പിടിച്ചൊരു വാർഡാണ്. അതിനു മുമ്പും നമ്മൾ അവിടെ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇങ്ങനെ കുറെ കാലം മറ്റേ വാർഡ് വിഭജനം വന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പിടിച്ചതാണ്. അന്നൊക്കെ നമ്മൾ തുടക്കക്കാരനായിരുന്നു, എന്നിട്ട് പോലും അവിടെ വലിയ രീതിയിൽ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അന്നൊന്നും നമുക്കൊരു ഒരാളുടെ ഒരു പയ്യോ അല്ലെങ്കിൽ ഒരു പ്രശ്നമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട്ടിലാണ് മത്സരിക്കുന്നത് ഇപ്രാവശ്യം. മറ്റേ തൊട്ടടുത്ത അരിപ്രയിലായിരുന്നു. അവിടെയൊക്കെ അരിപ്രയിലൊക്കെ സമ്പൂർണ്ണ വികസനം നടത്തിയിട്ടാണ് വീണ്ടും മൂന്നാം വാർഡിലേക്ക് വരുന്നത്. അവിടുത്തെ ആളുകൾക്ക് നാട്ടുവോട്ട് കിട്ടുന്നു എന്ന് തന്നെ പറഞ്ഞു. നാട്ടുകാർക്ക് നാട്ടുകാരന് വോട്ട് ചെയ്യാനുള്ള അവസരം കിട്ടലാണ് തദ്ദേശ പോരാട്ടം എന്ന് പറയുന്നത്. അപ്പൊ അതൊരു വലിയ കാര്യം തന്നെ. അത് തെരഞ്ഞെടുത്ത് ജയിച്ചു വന്നാൽ, ജനവിധിയാണല്ലോ, ജയിച്ചു വന്നാൽ നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം നമുക്ക് ഒന്നുകൂടി സംതൃപ്തി കൂടും. തീർച്ചയായും. അപ്പോൾ നമുക്ക് വ്യക്തമായി ആളുകളെ അറിയാം. മറ്റേത് നമ്മൾ ആളുകളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് നമുക്ക് വ്യക്തമായിട്ട് അവിടുത്തെ നമ്മുടെ ആളുകളെ അറിയാം. എനിക്ക് എൻ്റെ ഹോം വാർഡിലാണ് മൂന്നാം വാർഡ്. നല്ല ഒരു കുഴപ്പമില്ലാത്ത വികസന പ്രവർത്തനം നടത്താൻ കഴിയും. ഇപ്പോ നിലവില് ദാമോദരൻ ആണ് അവിടെ മെമ്പറായിട്ടുള്ളത്. എന്റെ സുഹൃത്താണ്. ഞങ്ങള് ഒരു ടീമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ വാർഡ് വിഭജനം വന്നിട്ട് കുറച്ച് ഭാഗം ഞങ്ങൾ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. എങ്കിലും നല്ല രീതിയിൽ വികസന പ്രവർത്തനം മൂന്നാം വാർഡിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു 4-5 റോഡ് മാത്രമാണ് ഇനി റോഡായിട്ട് ബാക്കി നിൽക്കുന്നത്. അതല്ലാത്ത കുറച്ച് കാര്യങ്ങൾ, പുളിയരക്കുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അതല്ലാത്ത നമ്മളെ ആഗ്രഹം ഈ പ്രദേശത്ത് വീണ്ടും ജയിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഗ്രൗണ്ടിന് നമ്മൾ ഈ പ്രദേശത്തിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തില് ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളൊക്കെ അത് ജനോപകാരപ്രദമായിരുന്നു എന്ന് തോന്നുന്നു? തീർച്ചയായും. കർമ്മക്കൽ ഷബീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം അങ്ങനെ വല്ല പരിചയമൊന്നും ഇല്ലാത്ത ഞാൻ ഒരു പ്രവാസി കൂടിയാണ്. പക്ഷെ ഇവിടെ നമ്മളെ നാട്ടിൽ ഞാൻ വന്നതിൽ കണ്ടതിൽ എനിക്ക് തോന്നുന്നത് 100% ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്റെ അഭിപ്രായത്തിൽ. എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. എന്റെ പേര് ശിവാനന്ദൻ കടവത്തുപുറം. അപ്പൊ ഈ അരിപ്പുറയിൽ ഞാൻ 23-ാം വാർഡിലായിരുന്നു ഇതുവരെ. ഞങ്ങളെ വാർഡ് മെമ്പറാണ്. പക്ഷേ ഞാൻ എന്റെ കണ്ടതിൽ ഒരുപാട് മെമ്പർമാരെ കണ്ടിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് പക്ഷെ ഈ ഒരു മെമ്പർ ചെയ്ത മാതിരി നമുക്ക് വേറെ ആൾ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കൃത്യനിഷ്ഠയോടെ ചെയ്യുന്ന ഒരാളാണ് ഇത്. അതുകൊണ്ട് എനിക്ക് 100% മൂപ്പർക്ക് വ്യക്തിപരമായിട്ടും എനിക്ക് ഭയങ്കര താല്പര്യമാണ്. കാരണം ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ വോട്ട് ചെയ്തതൊക്കെ വേറെ രീതിയിലായിരുന്നു. പക്ഷേ ഇപ്പൊ ഇയാളൊരു പ്രവർത്തനം എനിക്ക് ഭയങ്കര മനസ്സിൽ ഭയങ്കര തട്ടിയുള്ള ഒരാളാണ്. നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരാളുണ്ടല്ലോ. നമ്മളെ മെമ്പർമാർ പലരും വന്നിരിക്കും. പക്ഷെ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരപ്പെട്ട ഒരാളാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പൊ ആ നിലയിൽ എനിക്ക് തീർച്ചയായിട്ടും ഷബീർ നല്ല ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഇപ്പോൾ വേറൊരു വാർഡിലേക്കാണ് പാർട്ടി അദ്ദേഹത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി അദ്ദേഹത്തിന് ഒരു വിജയം നൽകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. തീർച്ചയായും. അദ്ദേഹം ചെയ്ത നല്ല നന്മകൾക്ക് ഈ ജനങ്ങൾ ഈ ഒരു വാർഡ് മാത്രമല്ല, ഈ പൊതുവെ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ മൂപ്പര് ചെയ്ത നന്മകൾ നല്ലതാണല്ലോ. അപ്പൊ അതൊരു എന്തായാലും തീർച്ചയായിട്ടും ആള് 100% വിജയിക്കുന്നുള്ള ഒരു ഉറപ്പാണ് എനിക്കുള്ളത്. ജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അതെ, നമ്മൾ പാർട്ടിയല്ല വേണ്ടത്. നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി ആരാ ചെയ്യുന്നത് അവർക്കാണ് നമ്മൾ
മുൻതൂക്കം കൊടുക്കേണ്ടത്. ഏത് പാർട്ടി വ്യക്തിയാണ്, ഒരു വ്യക്തി എന്ത് ചെയ്യണോ അവർക്കാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. ആ നിലയിൽ ഞാൻ ഷബീറിന് 100% എനിക്ക് ആളെ ബഹുമാനിക്കേണ്ടി വരും. ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ UDF കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഷബീറിന്റെ നേതൃത്വത്തിൽ. ഇങ്ങനെയാണ് UDFന് ഒരു പ്രതീക്ഷ, തുടർ ഭരണം എന്ന പ്രതീക്ഷ അവർക്ക് ഉണ്ട് എന്ന് ചേട്ടൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിപ്പം നമുക്ക് അങ്ങനെ മുൻകൂട്ടി പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഓരോ വ്യക്തികള് ചെയ്യുന്നവർക്ക് അവർക്ക് 100% പ്രതീക്ഷിക്കാം. അതാണ് ഷബീർ എന്റെ സമയത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് 100% വിജയിക്കട്ടെ എന്ന് ഞാനും കൂടി ആശംസിക്കുന്നു. വീണ്ടും പഞ്ചായത്ത് UDF അധികാരത്തിലെത്തിയാൽ പല ആളുകളും, അതായത് ഇപ്പോൾ UDFന്റെ മുസ്ലിം ലീഗിന്റെ പല ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ ഇനി അങ്ങനെ അധികാരത്തിലെത്തിയാൽ UDFനെ നയിക്കേണ്ട ഒരാൾ കൂടിയാണ് ഷബീർ കർമുക്കിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ താങ്കൾക്കെതിരെ ഇപ്പൊ നേരത്തെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതിപക്ഷ വാർഡുകളോട് വിവേചനം എന്ന രീതിയിലൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ചില പ്രതിപക്ഷത്തിലെ ഒരു അംഗം തന്നെ തുറന്നു പറഞ്ഞു എനിക്ക് വിവേചനമില്ലെന്ന്. അപ്പോൾ നിങ്ങളിപ്പോൾ മത്സരിക്കുന്നത് തന്നെ വിവേചനമില്ലാത്ത വികസനം എന്നാണ്. അങ്ങനെ ഒരു ആരോപണങ്ങളെയും ആക്ഷേപങ്ങളെയും തട്ടിയകറ്റി ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു സംതൃപ്തി ഉണ്ടോ താങ്കൾ? ഈ നേതൃത്വത്തിൽ വരുന്നില്ലത് നമുക്ക് ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തകനായാലും ഒരു മെമ്പറായിട്ട് നിന്നാലും നമ്മൾ ആ കൂട്ടത്തിലുണ്ടാവുമല്ലോ. പക്ഷെ അങ്ങനെ UDF വന്നാൽ ഞങ്ങൾ വിവേചനമില്ലാത്ത ഒരു വികസന പ്രവർത്തനം നടത്തും. ഞങ്ങളുടെ മുമ്പിൽ വലിയ ബഡ്സ് സ്കൂൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ബഡ്സ് സ്കൂളാണ് നിർമ്മാണം നടത്തി. അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അത് പൂർത്തീകരിച്ച് നമ്മളെ കുട്ടികളെ താൽക്കാലിക കെട്ടിടത്തിൽ നിന്ന് അതിലേക്ക് മാറ്റും. പിന്നെ ഞങ്ങൾ മലപ്പുറം ജില്ലക്ക് തന്നെ അല്ലെങ്കിൽ കേരളത്തിന് തന്നെ മാതൃകയാവുന്ന വിധത്തിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമാവുന്ന രീതിയിലുള്ള ഒരു വൃദ്ധസദന അഗതി മന്ദിരം. കാരണം കുറെ ആളുകൾ അങ്ങനെ ബുദ്ധിമുട്ടി ആരുമില്ലാതെ കുറെ അച്ഛൻ മരിച്ചു, അല്ലെങ്കിൽ അമ്മ മരിച്ചു, ഉപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, അതൊക്കെ അനാഥരായി പോകുന്ന വലിയ ആളുകളുണ്ട്, മുതിർന്ന ആളുകളുണ്ട്, ഈ സുഖമില്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. അവരെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ് ഞങ്ങളുടെ അടുത്ത സ്വപ്ന പദ്ധതി വയോജന ക്ഷേമം. അതല്ലെങ്കിൽ അതിൽ തന്നെ വയോജനങ്ങളാകാത്ത ആളുകളുണ്ട്. ഒരു വീട്ടിൽ പെട്ടെന്ന് മരണപ്പെട്ടാൽ ഈ അംഗപരിമിത ആളുകളൊക്കെ പ്രയാസമുള്ളവരുണ്ട്. ഒന്ന് പരിശോധിച്ചാൽ അറിയാം. അത് നടപ്പാക്കുന്നതിനു കൂടി വലിയൊരു സ്വപ്നം നടപ്പാക്കും. പിന്നെ വലിയൊരു പ്രൊജക്ട് നമ്മുടെ കയ്യിലുണ്ട്. അത് ഞങ്ങൾ എന്താണ് അല്ല അത് അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ, പറഞ്ഞോളൂ. ഇവിടുത്തെ ഇവിടെ കുറെ സമ്പന്നരായ ആളുകളുണ്ട്. അങ്ങാടിപ്പുറത്തിനെ സംബന്ധിച്ച് ഇവിടെ വ്യവസായികളുണ്ട്. അവരൊക്കെ ഉപയോഗപ്പെടുത്തി ഒരു ജനകീയ ഭരണം ഞങ്ങൾ കാഴ്ചവെക്കും. ഉറപ്പായിട്ടും ഒരു അഴിമതി മുക്ത അങ്ങാടിപ്പുറം പഞ്ചായത്തായിട്ട് ജനകീയ ഭരണം, വിവേചനമില്ലാത്ത അങ്ങാടിപ്പുറത്തിനെ ജനങ്ങൾക്ക്, ഈ നാടിന്, ഈ അങ്ങാടിപ്പുറത്തെ ഓരോരുത്തർക്കും അഭിമാനത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു അങ്ങാടിപ്പുറമായി മാറ്റും. ഇപ്പൊ തന്നെ നമ്മുടെ മാലിന്യമുക്ത അങ്ങാടിപ്പുറമായി മാറിക്കഴിഞ്ഞു. അത്തരം പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. എന്തായാലും താങ്കളുടെ ആത്മവിശ്വാസം പോലെ ആവട്ടെ. താങ്കളെ ഇപ്പൊ ഏകദേശം UDF നേതൃത്വം 3-ാം വാർഡിൽ മത്സരിക്കാൻ താങ്കളെ നിയോഗിച്ചിരിക്കുന്നു. താങ്കളും കൂടെയുള്ള മറ്റുള്ള UDFന്റെ മെമ്പർമാർ, അത് കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും എല്ലാവരും ഒരുമിച്ച് വീണ്ടും ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തികളെല്ലാം അതേപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ തുടർന്നും ബഡ് സ്കൂൾ പോലെ മറ്റു പലതും നിങ്ങൾ സ്വപ്ന പദ്ധതികളൊക്കെ പറഞ്ഞതുപോലെ അതൊക്കെ ജനങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ ഒരുപക്ഷെ ജനങ്ങൾ നിങ്ങളെ പിന്തുണച്ചേക്കാം. ഇനി ജനങ്ങൾക്ക് അല്ല എന്ന് തോന്നലുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. അപ്പം നിങ്ങളുടെ ആത്മവിശ്വാസം പോലെ ജനങ്ങൾ നിങ്ങളെ തീരുമാനിച്ചെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം പോലെ നടക്കട്ടെ. തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അപ്പോൾ തീരുമാനമെല്ലാം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും വിവേചിച്ചറിയാനും വിവേചനമില്ലാത്ത അങ്ങാടിപ്പുറം എന്ന സ്വപ്നവുമായി മുന്നോട്ട് പോകുന്ന ഇവരെ ഏത് രാഷ്ട്രീയ കക്ഷിയാണോ ഏത് മുന്നണിയാണോ തങ്ങളെ ഭരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ആ ജനങ്ങളുടെ തീരുമാനത്തിന് വിടുന്നു. ജനം തീരുമാനിക്കട്ടെ ആര് വേണം, ആര് ഞങ്ങളെ ഭരിക്കണമെന്ന്. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. വിശ്വാസത്തെ അടിത്തറയാക്കിയ സ്വപ്നഭവനങ്ങൾ പെരിന്തൽമണ്ണയുടെ നഗരഹൃദയത്തിൽ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 18 നിലകളിലായി കൃത്യതയോടെയും ശ്രദ്ധയോടെയും രൂപകൽപ്പന ചെയ്ത 2 and 3 ബെഡ്റൂം ഭവന സമുച്ചയം. അത്യാഡംബരവും സുസ്ഥിരതയും കൈകോർക്കുന്ന അത്യാധുനിക സൗകര്യങ്ങൾ. പെൻഡിം ഹാർമണി ഹൈറ്റ്സ്, urban elegance, elevated living. പെരിന്തൽമണ്ണ, മലപ്പുറം. പെൻഡിം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, കാലിക്കറ്റ്, ബാംഗ്ലൂർ ആൻഡ് പെരിന്തൽമണ്ണ.